ആറ്റിങ്ങലിലെ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് സലീം മാലിക്കിനൊപ്പം ഉണ്ട്. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ തീരുമാനത്തെക്കുറിച്ചായിരിക്കാം ഒരുപക്ഷെ അടൂർ പ്രകാശ് സംസാരിക്കുക. ഗുഡ് മോർണിംഗ് സലീം മാലിക്, പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. ആറ്റിങ്ങലിൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ. ആറ്റിങ്ങലിൽ വോട്ടിരട്ടിപ്പുമായി ബന്ധപ്പെട്ടൊരു വലിയ ആരോപണം UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് ഉന്നയിച്ചിരുന്നു. അതിന് അല്പസമയം മുമ്പ് ജില്ലാ കളക്ടർ പറഞ്ഞ മറുപടി, അത്തരത്തിൽ വോട്ടിരട്ടിപ്പില്ല, സ്ഥലം മാറിപ്പോയതോ അതല്ലെങ്കിൽ ആ മണ്ഡലത്തിൽ നിന്ന് ഈ വോട്ടർ പട്ടികയിൽ നേരത്തെ വോട്ട് ചെയ്യാൻ ഹാജരാകാത്തതോ ആയ ആളുകളുടേത് മാത്രമാണ് അത്തരത്തിലുള്ളത്. ജില്ലയിലാകെ 1% താഴെ മാത്രം ഈ വോട്ടിരട്ടിപ്പ് മാത്രമാണ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനിപ്പോൾ ഈ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് തന്നെ മറുപടി പറയുന്നു. ജില്ലാ കളക്ടർ തന്നെ അങ്ങയുടെ ആരോപണത്തെ തള്ളുകയാണ്. എങ്ങനെയാണ് അതിൻ്റെ ഒരു മറുപടി? ജില്ലാ കളക്ടർ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നീതി നിർവഹണത്തിന് അദ്ദേഹം തയ്യാറാകേണ്ട ഒരാളാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. എന്തായാലും കോടതിയുടെ ഇടപെടൽ വന്നപ്പോൾ അത് പുറത്ത് കാര്യങ്ങൾ പറയാൻ അവസരം കിട്ടിയപ്പോൾ ഇപ്പോൾ 1% 2% 3% എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നല്ലോ. എന്തായാലും കോടതിയുടെ ഇടപെടൽ വന്നപ്പോഴാണ് അത്രയിലും ഉണ്ട് എന്ന് പറയാനുള്ള ഒരു അവസ്ഥ ഇന്നുണ്ടായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ കോടതിയിൽ ഞങ്ങൾ പോയത് വെറുതെയല്ല, നമുക്ക് നീതി വേണം. ആ നീതി കിട്ടുന്നതിന് വേണ്ടിയാണ്. വോട്ട് ഇരട്ടിപ്പ് എന്ന് പറയുന്നത് അത് 1ഉം 2ഉം അല്ല. അപ്പോൾ ഇതിനകത്ത് നേരത്തെ തന്നെ ഇപ്പോൾ ഇന്നലെയും കൊടുത്ത പരാതിയല്ല, കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരാതി വളരെ നേരത്തെ തന്നെ കൊടുത്തതാണ്. ഈ വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കി വരുന്ന അവസരത്തിൽ തന്നെ കൊടുത്ത പരാതിയാണ്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്ന് ചെയ്യാൻ കഴിയാത്ത ഇപ്പം ചെയ്യുന്നു എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണ്? അത് ആരെങ്കിലും സഹായിക്കാനാണോ എന്നതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായി പറയാൻ കഴിയുന്നില്ല. എന്തായാലും അദ്ദേഹം നീതി പുലർത്തും എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ ഈ ജില്ലാ കളക്ടർ നടത്തിയ പ്രസ്താവന ഏതെങ്കിലും ഈ രാഷ്ട്രീയ ഇതിന് വശംബദ്ധമായിട്ടാണ് എന്നാണോ അങ്ങയുടെ ആരോപണം? അല്ല, ഞാൻ അങ്ങനെ ആരോപണത്തിനൊന്നും ഞാൻ തയ്യാറാകുന്നില്ല. പക്ഷേ നീതിപൂർവമായി കോടതി പറഞ്ഞനുസരിച്ച് നീതിപൂർവമായ ഒരു നിർവഹണം ഇവിടെ ഉണ്ടാകണം. അദ്ദേഹം അതിൻ്റെ ചുമതലക്കാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹം അത് നിറവേറ്റുമെന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം എന്തുകൊണ്ടോ ഇത് ഇപ്പോൾ ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം, ഞാനിത് ആക്ഷേപമായിട്ടല്ലല്ലോ, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണല്ലോ ഇപ്പോൾ ഇത്ര ശതമാനമുണ്ട് അല്ലെങ്കിൽ പോയവരോ അല്ലെങ്കിൽ മാറി താമസിച്ചവരോ ഒക്കെയാണ് എന്ന് പറയാനുള്ള ഒരു ഒരു അവസ്ഥ ഉണ്ടായത്. അതുകൊണ്ടാണല്ലോ. ഇത് നേരത്തെ ഇല്ലായിരുന്നല്ലോ, നേരത്തെ ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് ശുദ്ധീകരിച്ച് കൊണ്ടുവരുന്നതിന് ഒരുപാട് അവസരമുണ്ടായിരുന്നു. ആ അവസരങ്ങളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്തായാലും ജില്ലാ കളക്ടർ പറഞ്ഞതിനെയും തള്ളുകയാണ് UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ്. നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ എന്തായാലും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ പ്രധാനപ്പെട്ട ചർച്ചയാകും ഈ വോട്ടിരട്ടിപ്പ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഓക്കെ, സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്.